പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ആരും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാം, ലോക മുസ്ലിമീങ്ങളിൽ 15% വരുന്ന ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുകാരാണ്. ആ മഹാനായ പണ്ഡിതൻ, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, വെറും 54 വർഷമാണ് അദ്ദേഹം ലോകത്ത് ജീവിച്ചത് എങ്കിൽ പോലും 500 വർഷം കൊണ്ടൊരാൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരുപാട് വൈജ്ഞാനികമായ സേവനം ഉമ്മത്തിന് വേണ്ടി സമർപ്പിച്ച് നൂറുകണക്കിന് കിതാബുകൾ എഴുതി ആയിരക്കണക്കിന് മഹാപണ്ഡിതന്മാർക്ക് ഇൽമു പകർന്നു കൊടുത്ത ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു 54-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 55-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങിയ നേരം, പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഇമാം ശാഫഈ തങ്ങൾക്ക് അവിടുത്തെ വഫാത്തിന് മുമ്പ് തന്നെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ പലരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മിസ്റിൽ ജീവിച്ചിരുന്ന മഹദിയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹാ. അവർ ജനിച്ചത് മദീനയിലാണെങ്കിലും പിന്നീട് അവർ മിസ്റിൽ വന്ന് താമസിക്കുകയാണ്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ആ മഹദിയെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ഇമാം ശാഫഈ തങ്ങൾക്ക് എന്ത് രോഗങ്ങൾ വന്നാലും മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുമായിരുന്നു. ജിഗവരാം ശാഫീഈ ഇമാം എപ്പോഴും അടുത്തേ. ഇമാം ശാഫഈ തങ്ങള് മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചുകൊണ്ട് രോഗങ്ങൾ മാറാൻ ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ശാഫഈ ഇമാമിന് വേണ്ടി അവർ ദുആ ചെയ്തു കൊടുക്കും. അല്ലാഹുവേ, ഇമാം ശാഫഈ തങ്ങളുടെ രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ. എന്നാൽ അവിടുത്തെ 54-ാമത്തെ വയസ്സിൽ രോഗിയാകുമ്പോൾ പതിവ് പോലെ നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുകയാണ്. ആ സമയത്ത് പതിവിന് വിപരീതമായി, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ദുആ ചെയ്തു കൊടുത്തത്, അല്ലാഹുവേ, ഇമാം ശാഫഈ തങ്ങൾക്ക് നിന്റെ ലിഖാഇന് നീ അവസരം നൽകണേ അല്ലാഹ്. അതറിഞ്ഞപ്പോ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ വഫാത്തിന്റെ സൂചനയാണ്. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുചെന്നുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവിടെ ചെന്നുകൊണ്ട് നിസ്കരിപ്പിക്കണം. ഇമാം ശാഫഈ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. 54-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുന്ന ഇമാം ശാഫഈ തങ്ങളുടെ അരികിലേക്ക് ആ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് മഹാനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം മുസനി തങ്ങൾ ശാഫഈ ഇമാമിന്റെ ശിഷ്യനാണ്. മുസനി ഇമാം പറയുന്നു, ഞാൻ എന്റെ ഉസ്താദിനെ കാണാൻ, എന്റെ ഗുരുനാഥനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വന്നു. ഇമാം ശാഫഈ തങ്ങൾ രോഗിയായി കിടക്കുകയാണ്, മരണത്തെ കാത്തു കിടക്കുകയാണ്. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ അൻത യാ ഉസ്താദി, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥരെ, ലോകത്തിന്റെ ഗുരുവായ ഇമാം ശാഫഈ തങ്ങളെ, നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് അവസ്ഥ? നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ വലിൽ ഇഖ്വാനി മുഫാരിഖാ വലിസൂഇ അമലി മുലാഖിയാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. ഞാൻ ചെയ്തു പോയ പ്രവൃത്തികളെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ടുമുട്ടാൻ ഒരുങ്ങുകയാണ്. ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മനോഹരമായ 2-3 വരിയുള്ള കവിത ചൊല്ലുകയാണ്. ആ കവിത, പ്രിയപ്പെട്ടവരെ, ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ ഒരു വേദനയോടെ അല്ലാതെ അവർക്ക് ഏറ്റുചൊല്ലാതിരിക്കാൻ കഴിയുകയില്ല. ഫലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി
ജഅൽതു റജാഇ നഹവ അഫ്വിക സുല്ലമാ തഅളമനി ദംബി ഫലമ്മാ ഖറൻതുഹു بعفوك ربي كان عفوك أعظما അല്ലാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്ത് എന്റെ ഖൽബ് വല്ലാതെ കടുത്തു പോയല്ലോ അല്ലാഹ്. ആരാണ് ഈ പറയുന്നത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ സംരക്ഷണമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം അമ്പിയാക്കൾ തെറ്റുകളിൽ നിന്ന് മഅസൂമീങ്ങളാണ്. അവർ പാപ സുരക്ഷിതരാണ്. അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ഒരു പ്രത്യേകമായ സംരക്ഷണം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ മഹ്ഫൂദീങ്ങളാണ്. അവർക്ക് തെറ്റുകളിൽ നിന്ന് പ്രത്യേകമായ ഒരു ഹിഫ്ദ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തില് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഔലിയാക്കളിലെ ഏറ്റവും മഹത്വമുള്ളയാളാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഇമാം ശാഫിഈ തങ്ങളാണ് രാജാതിരാജനായ റബ്ബിനോട് പറയുന്നത്, ഫലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാഇ നഹവ അഫ്വിക സുല്ലമാ. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലെ ശാഫിഈ ഇമാം ചെറിയൊരു കുട്ടിയായി ഒരു മുതഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനവറുകൾ ആ കൊച്ചു കുഞ്ഞ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് എന്ന പേരുള്ള ആ കൊച്ചു കുഞ്ഞ് തന്റെ ഉസ്താദിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നത്, ഉസ്താദേ, പഠിക്കുന്നതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, ഓർമ്മശക്തി കുറയുകയാണ്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചു, മോനെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പോരായ്മകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ആ കുഞ്ഞുമോൻ പറഞ്ഞു, ഉസ്താദേ, അങ്ങനെ തെറ്റുകളൊന്നും സംഭവിച്ചത് എന്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ കിതാബ് നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ ഇരിക്കുന്ന റൂമിന്റെ പുറത്തുകൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നത് ഞാൻ അറിയുകയാണ്. ആ പെണ്ണിന്റെ പാദസര കിലുക്കങ്ങൾ കേട്ടപ്പോൾ അറിയാതെ ഞാനൊന്ന് കണ്ണുയർത്തി നോക്കിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പൊന്നുമോനെ, അത് തന്നെയാണ് നിനക്ക് പഠിച്ചിട്ട് അതൊന്നും ഓർമ്മയിൽ നിൽക്കാതിരിക്കാനുള്ള കാരണം. അന്ന് മുതൽ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ആ ഇമാം ശാഫിഈ തങ്ങള് ചെറുപ്പകാലം മുതൽ തന്നെ പാപങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കാൻ മാതൃക കാണിച്ച ആ മഹാനായ പണ്ഡിതൻ മരിക്കാൻ കിടക്കുന്ന നേരത്ത്, വഫാത്താകുന്ന നേരത്ത് രാജാതിരാജനായ റബ്ബിനോട് കണ്ണുനീരോട് പറഞ്ഞ വാക്കുകളാണിത്. അല്ലാഹുവേ, തെറ്റുകൾ ചെയ്ത് എന്റെ ഖൽബ് വല്ലാതെ കടുത്തുപോയി റബ്ബേ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ അഫ്വ്, നിന്റെ വിട്ടുവീഴ്ച, നിന്റെ കാരുണ്യത്തിലേക്ക് ഞാൻ എന്റെ പ്രതീക്ഷ എന്ന കോണിയിൽ കയറി വരുന്നു റബ്ബേ. എത്ര സുന്ദരമായ ഒരു പദപ്രയോഗമാണത്, എത്ര മനോഹരമായ സാഹിത്യമാണത്. പടച്ചോനെ, നിന്റെ ഔദാര്യം എത്രയോ മുകളിലാണ്. ആ ഔദാര്യത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയൂല റബ്ബേ. അതുകൊണ്ട് ആ ഔദാര്യത്തിലേക്ക് കടന്നു വരാനുള്ള ഏണി നിന്നിലുള്ള എന്റെ പ്രതീക്ഷയാണ് റബ്ബേ. തഅലമനി ദംബി ഫലമ്മാ ഖറൻതുഹു بعفوك ربي كان عفوك أعظما. അല്ലാഹുവേ, എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളെ നിന്റെ ഔദാര്യത്തോട് ഞാൻ ചേർത്ത് വെച്ചപ്പോൾ, ആ തെറ്റുകളെ നിന്റെ കാരുണ്യത്തോട് ഞാനൊന്ന് തുലനം ചെയ്തപ്പോൾ, പടച്ചവനെ, നിന്റെ കാരുണ്യം എത്രയോ വലുതാണ് അല്ലാ. ആ കാരുണ്യം എന്ന കടലിൽ, ആ കാരുണ്യം എന്ന മഹാസാഗരത്തിന് മുമ്പിൽ എന്റെ തെറ്റുകൾ എത്രയോ ചെറുതാണ് പടച്ചവനെ. അതുകൊണ്ട് നീ എന്റെ തെറ്റുകൾ പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിന്നിലേക്ക് ഇതാ വരുന്നു റബ്ബേ എന്ന് കണ്ണുനീരോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് യാത്രയായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മുസനി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആ മനോഹരമായ കവിത ചൊല്ലിയിട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്.
ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാൻ. പടച്ചോനെ, നിന്റെ ഔദാര്യവും നിന്റെ കാരുണ്യവും മാത്രമാണ് റബ്ബേ എന്റെ പ്രതീക്ഷ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് രാജാതിരാജനായ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു മടക്കത്തെ കുറിച്ച് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ.